ഇപ്പോൾ തോമസ് കെ തോമസ് MLA നമുക്കൊപ്പം ടെലിയിലുണ്ട്. നമസ്കാരം ശ്രീ തോമസ് കെ തോമസ്. വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ സംസാരിക്കുന്നത് നിയുക്ത വനംവകുപ്പ് മന്ത്രിയോടാണോ? സന്തോഷം. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. അതല്ല വിഷയം. അതെ, പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സുഖമുണ്ടെന്നാണ്. ഇതിനകത്ത് ഇപ്പോൾ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് ഇപ്പോൾ വാർത്ത വന്നത്. ഞങ്ങൾ ഇപ്പോൾ AK ശശീന്ദ്രൻ മിനിസ്റ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും തനിക്ക് ഒരു ആദരവോടുകൂടിയുള്ള ഒരു വിടവാങ്ങൽ ആഗ്രഹിക്കുന്നു, അത് പാർട്ടി അറിയിച്ചിട്ടുണ്ട് എന്നാണ്. AK ശശീന്ദ്രനെ പോലെ ഒരു നേതാവ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട സമയമായോ ശ്രീ തോമസ് കെ തോമസ്? ഞാൻ ഉദ്ദേശിച്ചത് MLA സ്ഥാനമാണ്, മന്ത്രിയല്ല. ഇല്ല, ഇതൊന്നും പറയാൻ ഞാൻ നിയോഗിക്കപ്പെട്ട ആളല്ല. അരുണെ വളരെ വളരെ ക്ലിയർ ആണ്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഓൾറെഡി നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹമാണ് അതിനകത്തൊരു ഉചിതമായ മറുപടി പറയാനായിട്ട്. മുഖ്യമന്ത്രിയെ പാർട്ടിയുടെ താല്പര്യം അറിയിച്ചു കഴിഞ്ഞു അല്ലേ? എന്നാ ന്യൂസ് ഞാനിപ്പം കണ്ട ന്യൂസിനകത്തെല്ലാം നിങ്ങൾ ഉൾപ്പെടെ എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ. അതെ, PC ചാക്കോ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടെന്നപ്പോൾ എല്ലാരും എഴുതി കാണിച്ചു. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ സ്വാഭാവികമായും ഈ വിവരമായിരിക്കുമല്ലോ അറിയിക്കുക, പാർട്ടി തീരുമാനമായിരിക്കുമല്ലോ അറിയിക്കുക. അതെ, അതും എനിക്കറിയില്ല. ഞാൻ സംസ്ഥാന പ്രസിഡന്റായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്താണെന്നുള്ള ഉചിതമായ അദ്ദേഹം പറയുന്ന ഞങ്ങളെ അറിയിക്കാം. തീർച്ചയായിട്ടും തോമസ് കെ തോമസ്, ഇപ്പോൾ നമ്മൾ 2.5 വർഷം കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം മാറണമെന്നുള്ള ഒരു അലിഖിതമായിട്ടുള്ള ഒരു തീരുമാനം പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി വൃത്തങ്ങൾ പറയുന്നതും അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നുവെന്നാണ്. അത് അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നല്ലോ അല്ലേ? സ്വാഭാവികമായും അല്ല, അത് ഞാൻ നേരത്തെ നിങ്ങളുടെ ചാനലിൽ എല്ലാ ചാനലിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് തോമസ് കെ തോമസിന്റെ തീരുമാനമാണ്, പാർട്ടിയുടെ തീരുമാനമാണ്. അത് നടപ്പിലാക്കണമെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രത്യേകിച്ചും സംസ്ഥാന പ്രസിഡന്റുമായിട്ട് ഒരു നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കയറി ആവശ്യമില്ലാത്ത താങ്കൾ അങ്ങോട്ട് മന്ത്രിസ്ഥാനം ഇപ്പോ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് അല്ലേ തോമസ് കെ തോമസ്? ഇല്ല ഇല്ല ഇല്ല, എനിക്കറിയത്തോളില്ല. ഇത്രയും കോലാഹലം ഉണ്ടായത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ശരിക്കും സ്റ്റണ്ടായിപ്പോയി. കാരണം ഞാൻ ന്യൂസ് വെളി വരികയും എന്നെ എല്ലാവരും വിളിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് എനിക്കറിയില്ല. ഞാൻ മുട്ടാറിലൊരു പ്രോഗ്രാമിനകത്തായിരുന്നു. മാത്രമല്ല ഇനിയുള്ള കാലം അതിനകത്തൊരു നീതികേട് പാർട്ടിക്ക് തോന്നി കാണും അല്ലേ? പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. 2.5 വർഷം എന്ന് പറഞ്ഞു, ഇപ്പോൾ ഇനി അവശേഷിക്കുന്ന 1.5 വർഷമാണ്. അപ്പോൾ ആ കാലയളവിലെങ്കിലും 2 MLA ഉണ്ടെങ്കിൽ ഒരു MLAക്കെങ്കിലും അത് മാറിക്കൊടുക്കുക എന്നുള്ളതൊരു സ്വാഭാവിക രാഷ്ട്രീയ നീതിയാണ്. പിന്നെ അതൊരു ഒരു നീതിയാണല്ലോ, എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ. അപ്പൊ അത് നീതികേട് ഇപ്പോഴും പല ചാനലുകളും AK ശശീന്ദ്രൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഓരോരുത്തർ എനിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് കിട്ടി കാണും, അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാത്തിനകത്തും ഒരു സത്യവും നീതിയും ഉണ്ട്. എന്താണ് സത്യമെന്ന് AK ശശീന്ദ്രൻ അറിയാം, എനിക്കും അറിയാം, സംസ്ഥാന പ്രസിഡന്റ് അറിയാം, പിന്നെ സുപ്രിയ സുലേക്ക് അറിയാം, ഞങ്ങളുടെ പ്രിയങ്കരനായ ദേശീയ നേതാവ് ശരത് പവാറിനറിയാം സത്യം എന്താണ്. അതുപോലെ ഞങ്ങളുടെ ഇവിടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസലുണ്ട്, ലക്ഷറി MP. അവർക്ക് എല്ലാവർക്കും സത്യം അറിയാം. അപ്പോൾ സത്യമുണ്ട്, അതെന്തായാലും അത് വെളിച്ചത്ത് വരട്ടെ. അത് മാത്രമേ തോമസ് കെ തോമസ്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങേക്ക് മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ അതൊരു സ്വാഭാവികമായ രാഷ്ട്രീയ നീതിയായിട്ടാണ് താങ്കൾ വ്യാഖ്യാനിക്കുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പാർട്ടി എന്ത് ഉത്തരവാദിത്വം ചെയ്യാന്നുള്ളതാണ് നമുക്ക്. അല്ലാതെ ആരെയും വേദനിപ്പിച്ചുകൊണ്ടോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടോ ഒരു സ്ഥാനത്തും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അതിന്റെ ആവശ്യവുമില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പറയാതാണ് ഈ ഇതെല്ലാം വന്നത്. എന്താണ് ഇതിന്റെ പുറകിലത്തെ കാര്യമെന്ന് എനിക്കറിയില്ല. ഞാൻ ടോട്ടലി അതിനകത്ത് ഡിപ്രസ്സാണ്. കാരണം നമ്മൾ ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴും മാധ്യമ പ്രവർത്തകർ നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്ന ഔചിത്യമല്ല. അല്ലല്ല, ശരിയാണ്. അല്ല, പ്രത്യേകിച്ച് ഇത്തരം ചർച്ചകൾ നിൽക്കുമ്പോൾ അങ്ങ് തന്നെ അതിനകത്ത് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. ഞാനത് അതുകൊണ്ടാണ് അങ്ങ് ഒരു മാറ്റം എപ്പോഴും അനിവാര്യമാണ്. ആ മാറ്റം ഞാൻ പറഞ്ഞു, 2 MLA-മാരുണ്ടെങ്കിൽ ഒരു MLA 2.5 വർഷം എന്നുള്ളത് സ്വാഭാവിക രാഷ്ട്രീയ നീതിയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല നിങ്ങളുടെ സംഘടനയിൽ അത് ചർച്ച ചെയ്തു, താങ്കൾ പറഞ്ഞ പോലെ സത്യം അതാണ്. ഞാൻ ഇന്നിപ്പം മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ടോ ശ്രീ തോമസ് കെ തോമസ്?
ഞാൻ ഇന്ന് അദ്ദേഹത്തെ കാണാമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ടില്ല. ഞാനുണ്ട്. എനിക്ക് മണ്ഡലത്തിൽ 1-2 ഒരു സബ് രജിസ്ട്രാർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ 1-2 അത്യാവശ്യ കാണണമല്ലോ. മുഖ്യമന്ത്രിയെ കാണണമല്ലോ. കണ്ടിട്ട് അദ്ദേഹത്തെ എന്റെ കാര്യം ധരിപ്പിക്കണ്ടേ. ഞാനൊരു കാര്യം ചോദിച്ചോളൂ. ഇന്നിപ്പോൾ വളരെ സൗമ്യമായിട്ടാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹത്തിന് വിടവാങ്ങണം എന്നൊരാഗ്രഹമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഞാനൊരു സഹപ്രവർത്തകർ എന്ന നിലയിൽ ചോദിക്കുകയാണ്, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു ആവശ്യം ഇപ്പോഴില്ലല്ലോ. ശരിക്കും അത് അദ്ദേഹത്തിന് പാർലമെന്റ് രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ MLA കാലയളവ് കഴിഞ്ഞതിന് ശേഷമാകാം അല്ലേ? ഇല്ല അരുണ, ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഞാൻ രാജിവെക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നതിന് തെറ്റായൊരു കേടുവഴക്കമാണ്. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ MLA ആയാലും മന്ത്രി ആയാലും പാർലമെന്ററി പാർട്ടി ലീഡർ ആയാലും ചീഫ് വിപ്പ് ആയാലും എന്തായാലും ഞാൻ ആ ദേശത്തിലെ ജനങ്ങൾക്ക് കൊണ്ട് നിൽക്കുന്ന ആളാണ്. എന്റേതായ ചില കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ ഞാൻ രാജിവെക്കുക എന്ന് പറയുന്നത് സെൽഫിഷാണ് അല്ലേ? ഒരു കാരണവശാലും ഞാൻ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. ഞാൻ ഇന്ന് വരെയും പാർട്ടി വിട്ടു പോവുക, രാജിവെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട്ടനാടിന് വേണ്ടി ജീവിക്കുന്ന ഒരു MLA ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് എന്റെ സഹോദരൻ അവിടുത്തെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹം ഏൽപ്പിച്ച ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ചും കുടിവെള്ള പദ്ധതി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷം. അതിന്റെ പുറകെ ഞാൻ നടന്ന ഒരു പരുവത്തിലാണ്. നിങ്ങൾക്കെല്ലാം അറിയാം സംഭവം. പിന്നെ കുറേയേറെ വർക്കുകൾ ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രി തന്നിട്ടുള്ളതാണ്. മറ്റുള്ള എല്ലാ ദേശത്തെ 140 MLA-മാർക്ക് ഉള്ളതിൽ ഏറ്റവും പരിഗണന കിട്ടിയ MLA ആണ് കുട്ടനാട് MLA. ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയത്. അപ്പൊ അത് പൂർത്തീകരിക്കാന്നുള്ള എന്റെ ലക്ഷ്യമാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. പിന്നെ ഞാൻ ഇന്ന് വരെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. അത് നമ്മൾ പുള്ളി ഇപ്പൊ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഈ ഞാൻ മുമ്പേ അതിനോട് പറഞ്ഞ പോലെ ഇപ്പോഴും പറയുന്നു, സത്യം അത് സത്യമാണ്. അതൊരിക്കലും മാറിപ്പോകത്തില്ല. ഏതെങ്കിലും സമയത്ത് അത് വെളിപ്പെടും. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒരുപാട് ദിവസങ്ങൾ ഇതിങ്ങനെ നീണ്ടു നിൽക്കുമോ? ഇത് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമാവുമായിരിക്കും അല്ലേ? തീരുമാനം എന്താണെങ്കിലും എന്തായാലും ആകണമല്ലോ. ഇനി അത് അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഇത് നമ്മൾ അറിയാതെ തന്നെ വന്നൊരു സബ്ജക്റ്റാണ്. അതിനി എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നുള്ളത് ഞങ്ങൾ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹമാണല്ലോ തീരുമാനം കൊടുക്കേണ്ട ആള്. അദ്ദേഹമാണല്ലോ ഇതിന്റെ എല്ലാത്തും ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട പാർട്ടി ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന PC ചാക്കോസ് എന്ന ആരാധനായ പ്രസിഡന്റ് അല്ലേ. അപ്പൊ അത് ഒരു ഡിസ്പ്യൂട്ട് ഞാനും ചാക്കോ സാറുമായിട്ട് ഉണ്ടായതാണ് പലരും മുതലെടുത്ത്. പക്ഷെ ഇന്നതില്ല. ദൈവത്തിന്റെ കുറവ് കൊണ്ട് ഏറ്റവും നല്ല ബന്ധത്തിലായിരുന്നു പോകുന്നത്. നമുക്ക് മറ്റുള്ള ഒരു കാര്യത്തിനും പ്രസക്തിയില്ല. PC ചാക്കോ എന്ന് പറയുന്ന ആരാധനാ പ്രസിഡന്റ് കൂടെ ചേർന്ന് വന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ഉദ്ദേശം. അത് തന്നെയാണ് അരുൺ. അതാണ് എന്റെ സത്യാവസ്ഥ. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി വന്നിട്ടുണ്ട്. മനസ്സിലായി. എല്ലാം നമുക്ക് മനസ്സിലാവുമല്ലോ തോമസ്. എനിക്കറിയാം പാർട്ടിക്കുള്ളിൽ കാര്യങ്ങളനുസരിച്ച്. താങ്ക് യു ലോട്ട്. അപ്പോൾ നമുക്ക് മന്ത്രിയാവുകയാണെങ്കിൽ, അങ്ങനെയാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റൂ, തീർച്ചയായിട്ടും അങ്ങനെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സൂചനയും. അത് ഞങ്ങൾ അങ്ങയോട് പറയുന്നത് മാത്രം. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മോർണിംഗ് ഷോയിൽ ഒരു ദിവസം നമുക്ക് ഒരുമിച്ചിരിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. കുട്ടനാട്ടിൽ വെച്ച് നമുക്കിരിക്കാം. താങ്ക് യു. തോമസ് കെ തോമസ് നമുക്കൊപ്പം ചേർന്നു. തോമസ് കെ തോമസിനാണ് മന്ത്രിസ്ഥാനത്തേക്ക് പോവുക എന്നുള്ളത്. മന്ത്രിസ്ഥാനം കിട്ടും എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു.